കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലാണ് നയങ്ങൾ പിൻവലിക്കുന്നത് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്തുമെന്നും രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെയും തൊഴിൽ മന്ത്രിമാരെ കോൺക്ലേവിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ ലേബർ കോഡിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, തൊഴിലാളി വിരുദ്ധ നയങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. എന്നെ കൂടാതെ ലേബർ സെക്രട്ടറി ഷാനവാസ് IAS, ലേബർ കമ്മീഷണർ, മറ്റുദ്യോഗസ്ഥന്മാരും യോഗത്തിൽ പങ്കെടുത്തു. യോഗം ഏകകണ്ഠേന ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രമേയം പാസാക്കി മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു. 19-ാം തീയതി ഡിസംബർ മാസം 19-ന് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെയും ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് CPIM കുടപിടിച്ച് നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും PM ശ്രീയിലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ഇപ്പൊ പറയല്ലേ PM ശ്രീയിൽ എന്താണ്, ശിവൻകുട്ടി എന്നുള്ളൊരു വ്യക്തിയായിട്ടുള്ള ഒരു മന്ത്രിയുടെ നിലപാടല്ലല്ലോ, CPM-ന്റെ നിലപാടല്ലേ, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ലേ. PM ശ്രീയിൽ എന്താ ചെയ്ത്? PM ശ്രീയിൽ അവിടെ പോയി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും കണ്ട് 6 ദിവസത്തിനുള്ളിൽ ഒപ്പുവെച്ചു. ഇതെല്ലാം ഇവരുടെ ഇരട്ടത്താപ്പാണ്. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമം നടത്തിയതായി പരാതി. ദേലമ്പാടി പഞ്ചായത്ത് പയറടുക്ക ബൂത്തിലെ BLO അജിത്തിന് നേരെയാണ് കയ്യേറ്റം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനാണ് ആക്രമിച്ചതെന്നാണ് പരാതി. കോളറിൽ പിടിച്ച് കയ്യേറ്റം ചെയ്തതായി BLO. SIR അപേക്ഷ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ BLO കളക്ടർക്ക് പരാതി നൽകി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ബുക്ക് ചെയ്യുന്ന ദിവസം തന്നെ തീർത്ഥാടകർ വരണം. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. 73,000 പേർ വരേണ്ട സ്ഥാനത്ത് 1 ലക്ഷത്തിലധികം പേർ വരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും K. ജയകുമാർ പറഞ്ഞു. കാനനപാത വഴി സന്നിധാനത്തേക്ക് വരുന്ന ആളുകള്, അയ്യപ്പന്മാര് പരമ്പരാഗതമായ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പാതകളിലൂടെ വന്ന് കയറുന്നു. ഇവിടെ അവരുടെ എണ്ണത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളിൽ കുറച്ചും കൂടെ നിയന്ത്രണം ഉണ്ടാവണം. അത് ഫോറസ്റ്റുമായിട്ട് സഹകരിച്ചിട്ട് കാനനപാത വഴിയുള്ള ഭക്തരുടെ വരവ് കുറച്ചും കൂടി നിയന്ത്രിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ക്രമീകരിക്കാനും മുക്കുഴിയിൽ ഒരു പുതിയ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം കൊടുക്കാനും കൂടി തീരുമാനിച്ചു. എന്തായാലും ഈ വഴി വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്കിങ്ങോ വേണമെന്ന് കൂടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. പരമ്പരാഗത പാതയിലൂടെ മാത്രമേ വരാവുള്ളൂ, അല്ലാതെ തിരുവാഭരണം കൊണ്ടുപോകുന്ന പാതയിലൂടെയൊക്കെ കയറി വന്ന് നമ്മുടെ അവിടുത്തെ ക്രമീകരണങ്ങൾ അപ്സെറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഫോറസ്റ്റും പോലീസും കൂടി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് കേരള ജല അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത്. പമ്പ മുതൽ സന്നിധാനത്തെ നടപ്പന്തൽ വരെ 100ഓളം കുടിവെള്ള കിയോസ്കുകളാണ് കുടിവെള്ള വിതരണത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. പമ്പ മുതൽ സന്നിധാനത്തിന് തൊട്ടുമുൻപ് നടപ്പന്തൽ വരെയും നിലയ്ക്കലിലും അത്യാധുനിക സാങ്കേതികവിദ്യയുടെ പിൻബലത്തിലാണ് കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നത്. ശുദ്ധജലം എത്തിക്കുന്നതിനായി പമ്പ ത്രിവേണിയിൽ മണിക്കൂറിൽ 35,000 ലിറ്റർ ഉൽപ്പാദനശേഷിയുള്ള 13 MLD പ്രഷർ ഫിൽട്ടർ പ്ലാന്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള അൾട്രാവയലറ്റ് റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ജലശുദ്ധീകരണം നടത്തുന്നത്. പമ്പ മുതൽ നടപ്പന്തൽ വരെ 105 കുടിവെള്ള കിയോസ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കുടിവെള്ള വിതരണം തടസ്സരഹിതമാക്കാൻ വിവിധ ഇടങ്ങളിലായി 10 ടാങ്കുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ വഴി കുടിവെള്ളം ഓരോ കിയോസ്കുകളിലും സുഗമമായി എത്തുന്നു. കിയോസ്കുകളുടെ പരിപാലനവും കൃത്യമായി അധികൃതർ ഉറപ്പാക്കുന്നുണ്ട്. ശബരിമലയിൽ മാത്രമായി ഇതിനായി 80 താൽക്കാലിക ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ഉന്നത ഗുണനിലവാരം ഉറപ്പാക്കാൻ അതോറിറ്റി കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. പമ്പയിൽ സജ്ജീകരിച്ചിട്ടുള്ള NABL അക്രഡിറ്റഡ് ലാബ് വഴി കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് കിയോസ്കുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. നടപ്പന്തലിലും സന്നിധാനത്തും വിവിധ ഭാഗങ്ങളിലും ശബരി തീർത്ഥം പദ്ധതി വഴി ദേവസ്വം ബോർഡ് നേരിട്ട് സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കുകൾ വഴിയാണ് കുടിവെള്ളം നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ജീവിതം സുരക്ഷിതമാവണമെങ്കിൽ വീട് സുരക്ഷിതമാവണ്ടേ? പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്, മൾട്ടി ലെവൽ ലോക്കിംഗ് സിസ്റ്റത്തോടു കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാളും മികച്ചത്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. നിറമെഴുതിയ സുദിനം, പ്രിയകരം അതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.
സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. വാർത്തകൾ തുടരുന്നു. പാലക്കാട് തൃത്താലയിൽ തെരുവുനായ ആക്രമണത്തിൽ 4 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ ഉച്ചയോടെയായിരുന്നു സംഭവം. തൃത്താല തച്ചാറക്കുന്ന് കോട്ടയിൽ അഷ്റഫിന്റെ മകൻ ബിലാലിനാണ് പരിക്കേറ്റത്. നായക്കൂട്ടം കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ മുഖം നായക്കൂട്ടം കടിച്ചു കീറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ കാനായി മീൻകുഴിക്കടുത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവുനായ ആക്രമണം. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത്. ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെയാണ് 4 തെരുവുനായ്ക്കൾ പാഞ്ഞെടുത്തത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഓടിയ വിദ്യാർത്ഥിനിയുടെ വസ്ത്രങ്ങൾ നായ കടിച്ചു കീറുകയും ചെയ്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി എസ്കോബർ സനത്തും 4 കൂട്ടാളികളും പിടിയിൽ. ചെമ്മാപ്പള്ളി വടക്കുമുറി സ്വദേശി നിതീഷ് എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. എസ്കോബർ എന്നറിയപ്പെടുന്ന തൃപ്പയാർ കിഴക്കേനട സ്വദേശി സനത്ത്, സഹോദരൻ സന്ദീപ്, വടക്കേമുറി സ്വദേശി ഷാരോൺ, ചാഴൂർ സ്വദേശി നവനീത്, താന്യം സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി കാക്കശ്ശേരി സ്വദേശി എബിൻ ജോൺസണാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 26-ന് രാത്രി ദേശീയപാത കൊടകരയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് ട്രാഫിക് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുചക്ര വാഹനത്തിലെത്തിയ പ്രതി തള്ളിമാറ്റി കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. തൃശൂർ മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30 തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി ബിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പുറത്തുപോയിരുന്നു. ഭർത്താവ് ബിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അമ്മ കല്ലെറിഞ്ഞു, ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവര് കല്ലെറിയണ ഒച്ചകൾ കേട്ടിട്ടാണ് ഇവര് വീടിനകത്തുനിന്ന് ഓടി പുറത്തേക്ക് വന്നത്. അപ്പൊ ആരും കണ്ടില്ല. 2 ആള് ഉച്ചയ്ക്ക് വന്ന് വിമി വിജേഷിന്റെ വീടല്ലേ എന്ന് ചോദിച്ചു. ഞാനതേന്ന് പറഞ്ഞ പക്ഷെ അവര് പോയി. പിന്നെ എന്താ നിന്നില്ല, ഹെൽമെറ്റുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 9:30 നേരത്ത് അപ്പൊ ഞാൻ ഉള്ളിലായിരുന്നു. അപ്പൊ 2 കാല് ചടപടയുന്നു. അപ്പൊ എനിക്ക് പേടി തോന്നില്ല, പുറത്ത് കിടന്ന് നോക്കി. ഇപ്പൊ കടക്കുമ്പോ ഈ കല്ല് കിടക്കണോ. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ CPIM-ഉം BJP-യും തമ്മിൽ രഹസ്യ ധാരണയാണുള്ളതെന്ന് കോർ കമ്മിറ്റി ചെയർമാൻ G. സുബോധൻ. 5 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാത്തത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. UDF നഗരസഭാ തെരഞ്ഞെടുപ്പ് സമ്മേളനം നവംബർ 2-ന് വൈകിട്ട് 3-ന് മാർക്കറ്റ് ജംഗ്ഷനിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ N. ബാജി, മുൻ ചെയർമാൻ വട്ടപ്പാറ ചന്ദ്രൻ, T. അർജുൻ, S. അരുൺകുമാർ, C. മഹേഷ് ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. തൃശൂർ മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ, KPCC അംഗം CI സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സൈജു സായിറാം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം ദേശീയപാതയിൽ കാർ അപകടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പരിക്ക്. പാറശാല ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി കൊറ്റമ്മം വിനോദിനും ഉദയൻകുളങ്ങര ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി നിർമ്മല കുമാരിക്കുമാണ് പരിക്കേറ്റത്. പാറശാലയ്ക്ക് സമീപം കൊറ്റാമത്താണ് സംഭവം. ഇവർ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ തെരുവുനായ ചാടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു.
തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമല്ല പ്രചാരണത്തിന് വേണ്ട സാമഗ്രികളുടെ വിൽപ്പനയിലും പലതരത്തിലുള്ള പുതുമകൾ പരീക്ഷിക്കുകയാണ് കച്ചവടക്കാർ. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ വെറൈറ്റി ഒരു പരസ്യ ബോർഡ് കണ്ട് അതിന്റെ കഥയറിയാൻ പോയതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ സൂര്യഗായത്രി. ആ കാഴ്ചയിലേക്ക്. ഒന്ന് പുറകിലോട്ടൊന്ന്. ഇലക്ഷൻ കോംബോ ഓഫർ, അതെന്താ സംഭവം? ഒന്ന് ഇറങ്ങി നോക്കിയാലോ. പലതരത്തിലുള്ള കോംബോ ഓഫറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിന്റെ ബോർഡ് കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയതാണ്. ദ എലക്ഷൻ കോംബോ ഓഫർ. എന്തായാലും ഈ കോംബോയ്ക്ക് പിന്നിലെ കഥയും കച്ചവടവും എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഹലോ, കേരള വിഷൻ ന്യൂസ് ചെയ്യുന്ന പുറത്തൊരു ബോർഡ് കണ്ടു, എലക്ഷൻ കോംബോ ഓഫർ. എന്താ ആ ബോർഡിന് പിന്നിലെ കാര്യം അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ ആ ബോർഡിൻ്റെ കാര്യം ഇപ്പോൾ 2025 നമ്മൾ ഇലക്ഷനാണല്ലോ, കോർപ്പറേഷൻ ഇലക്ഷനാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ 5 വർഷം മുമ്പ് നമ്മൾ അടിച്ചു കൊടുത്ത പോലെ ഒരു വ്യത്യസ്തമായ ഒരു കോംബോ നമുക്ക് വെക്കണമെന്നൊരു ആഗ്രഹം നമ്മുടെ സാക്സൈൻസ്, നമ്മുടെ കമ്പനിയുടെ പേര് സാക്സൈൻസ് എന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കോംബോ ഓഫർ എന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് കോംബോ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫുഡ് കോംബോ കൊടുക്കാൻ. അതേപോലെ ഈ ഇലക്ഷൻ നമുക്ക് എങ്ങനെ ആൾക്കാർ, അതായത് സ്ഥാനാർത്ഥികളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കോംബോ ഓഫർ പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു പാക്കേജായിട്ട്, അതായത് കോംബോ ഓഫർ, അത് 24,999 രൂപയ്ക്ക് നമുക്കൊരു കോംബോ ഓഫർ കൊടുക്കാം. അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് ആവശ്യമായിട്ട് വരുന്ന നമുക്ക് പോസ്റ്ററാണ്, പിന്നെ ക്ലോത്ത് പ്രിൻറ്റിങ്, പിന്നെ വുഡൻ ബോർഡ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ചെറിയ സിമ്പിൾ അടിച്ചു കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഡമ്മി പോസ്റ്റർ 1000 ഡമ്മി പോസ്റ്റർ, അതായത് നമ്മുടെ ഈ സൈസാണ് ഡമ്മി പോസ്റ്റിൻ്റെ വലിപ്പം വരുന്നത്. അതേപോലെ മൾട്ടി കളർ നോട്ടീസ് ഒരു 3000. അതേപോലെ നമ്മൾ സിമ്പിൾ അടിച്ചു കൊടുക്കാം, നമ്മുടെ ഓരോ പാർട്ടിക്കാരുടെ ചിഹ്നം അതൊരു 1000. അതേപോലെ ക്ലോത്ത് പ്രിൻറ്റിങ് 6x4 30. പിന്നെ വുഡൻ ബോർഡിൻ്റെ ഒരു ക്ലോത്ത് പ്രിൻ്റ്, വുഡൻ ബോർഡ് ഫ്രെയിം ചെയ്ത് ഒരു 15. അങ്ങനെ എല്ലാം കൂടി ഈ 5 ഐറ്റം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കോംബോ ഓഫറായിട്ട് വയ്ക്കുന്നത്. അത് 24,999 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞതുപോലെ നമ്മൾ ഭക്ഷണത്തിനും ഡ്രസ്സിനൊക്കെയാണ് ഈ കോംബോ ഓഫർ എന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ എലക്ഷൻ കോംബോ ഓഫർ ആരുടെയാണ് ഈ ഐഡിയ? ഇത് നമ്മുടെ സിഇഒയുടെ ഐഡിയ തന്നെ, നമ്മുടെ ഓണറിൻ്റെ. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇത് വെച്ച സമയത്ത് തന്നെ ആൾക്കാർ ഒത്തിരി വന്നു, കാരണം വെളിയിൽ ബോർഡ് വെച്ചിരിക്കുമല്ലേ. പിന്നെ ഞങ്ങളുടെ റോഡ് ഷോ വണ്ടിയുണ്ട്, ആ സമയത്ത് ആൾക്കാരെല്ലാം വന്നു കണ്ടു. ഒത്തിരി ബോർഡ് പോയി. ഇവിടെ തന്നെ ഒരു 500-600 ബോർഡോളം നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 24,999 ഒരു കോംബോ ഓഫർ. ഈ കോംബോ ഓഫർ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറേ പേര് അടിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ പദ്ധതി, അവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വീടാന്തോറും കയറിയിറങ്ങുന്ന സമയമാണല്ലോ. ഇപ്പോൾ മാക്സിമം അവർ അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇലക്ഷൻ തിരക്ക് ഉണ്ടോ? ഇലക്ഷൻ തിരക്ക് നല്ല തിരക്കുണ്ട്, രാവിലെ നല്ല തിരക്ക്. അതേപോലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നല്ല രീതിയിലുള്ള വർക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമല്ല, പ്രചാരണത്തിന് വേണ്ട സാമഗ്രികളുടെ വിൽപ്പനയിലും ഇത്തരത്തിലുള്ള ചില പുതുമകൾ നമുക്ക് കാണാം. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങി 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി റിനിത കബീറും LDF സ്ഥാനാർത്ഥി രഹന യൂസഫുമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. ഇരുവരും നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ച സഹപാഠികളാണ്. രണ്ടുപേരുടെയും മത്സര രംഗത്തേക്കുള്ള കടന്നുവരവ് തികച്ചും യാദൃച്ഛികമായാണ്. പഠനകാലത്തെ വീറും വാശിയോടെയുമാണ് ഇരുവരും വോട്ടർമാരെ കാണുന്നത്. 7ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പ്ലസ് വരെ, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ആര്യപട്ടയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങള് അത്രയും വലിയ സൗഹൃദമാണ്, കട്ട ചങ്സ് തന്നെ പറയാം. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട് ഞങ്ങളത്. അങ്ങനെ അത് ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. എവിടെയായാലും അതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതും എതിർപ്പാർട്ടിയിൽ വന്നു. പക്ഷേ എങ്കിലും കൂടെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കൂടാൻ, ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടാൻ. മലപ്പുറം
നിലമ്പൂരിലെ ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരിയും ഭർത്താവ് ഗിരിദാസനും ഇനി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായാണ് ചാലിയാർ പഞ്ചായത്തിലെ സംവരണ വാർഡുകളായ അകമ്പാടം, നമ്പൂരിപ്പൊട്ടി എന്നിവിടങ്ങളിൽ ജനവിധി തേടുന്നത്. ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കാന്നുള്ള കാഴ്ചപ്പാടിൽ കൂടിയാണ് ഞാനും എൻ്റെ ഭാര്യ ബിന്ദു വൈലാശ്ശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ചാലിയാർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. ആദിവാസികളുടെ അവകാശത്തിനായുള്ള പോരാട്ടത്തിനിടയിലും പ്രചാരണത്തിലൊട്ടും പിന്നോട്ടില്ല ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും. 300 ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ സംസ്ഥാന ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബിന്ദുവിനായെങ്കിലും അധികൃതർ നൽകിയ ഉറപ്പുകൾക്ക് ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വരയുടെ ഗതിയാണ്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ 192 ദിവസമായി നടക്കുന്ന സമരത്തിനിടയിൽ നിന്ന് പോലും പ്രചാരണത്തിനായി ഓടിയെത്തുകയാണ് ബിന്ദു. ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തിൽ കൂടെയാണ് ഇപ്പോഴും കളക്ടറേറ്റിന് മുന്നിൽ സമരപന്തലിൽ നിന്നാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം. ഭൂരഹിതരായ ആദിവാസികൾക്ക് 50 സെന്റ് സ്ഥലം വീതം 6 മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. രണ്ടാം ഘട്ട സമരവും അതുപോലെ ഒരു ഉറപ്പിൽ അവസാനിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഭൂമി വേണമെന്ന തങ്ങളുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് മുന്നണികൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഇവർ ആവശ്യമുയർത്തുന്നു. സംവരണ വാർഡിൽ ആദിവാസി ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരു മുന്നണികളും ആശങ്കയിലാണ്. 200-ലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദമ്പതികളിൽ പ്രതീക്ഷ കൂട്ടുന്നു. മറ്റുള്ള ജനങ്ങൾക്കും കൂടി എൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം, അവരിലേക്കും കൂടി ഈ പ്രവർത്തനം എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടും കൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിൽ വിശദീകരണവുമായി പുറത്താക്കപ്പെട്ട യുവ നേതാവ് സഫ്വാൻ കുന്നിൽ വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ലെന്നും ജെയിംസ് പന്തമാക്കലിനെതിരെയുള്ള ആക്രമണം ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതായും സഫ്വാൻ കുന്നിൽ പറഞ്ഞു. സംഭവത്തിൽ DCC തന്നോട് ഒരു വിശദീകരണവും ചോദിച്ചില്ലെന്നും നടപടി ഏകപക്ഷീയമാണെന്നും കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ സഫ്വാൻ കുന്നിൽ പറഞ്ഞു. ഈയൊരു വീഡിയോ വൈറലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം സംശയിച്ചത് ജെയിംസ് പന്തമാക്കലിനെയാണ്. പിന്നീടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച സമയത്താണ് ഞാൻ വിചാരിക്കുന്നത് ഇത് DCC പ്രസിഡന്റ് എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. ആസൂത്രിതമായിട്ട് നടന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജെയിംസ് പന്തമാക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം വിളിച്ചു ചോദിക്കുക എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട്. ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,710 രൂപ, പവന് 93,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,690 രൂപ, പവന് 77,520 രൂപ. വെള്ളി ഗ്രാമിന് 173 രൂപ, കിലോയ്ക്ക് 1,73,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് ആദ്യമേ പറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ പറഞ്ഞത് തന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. രണ്ട് മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സംഘപരിവാർ ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രി കൂട്ടുനിന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവരുടെ വിഷയമായിരുന്നു പ്രധാനം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് വഖഫ് ഭൂമി അല്ല. 5 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് വഖഫ് ഭൂമി അല്ലെന്ന്. വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവര് അവിടെ കയ്യേറ്റം ചെയ്തവരാണ്, അവരെ ഒഴിപ്പിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞ നിലപാട് അന്ന് എന്നെ എല്ലാവരും പരിഹസിക്കുകയും എന്നെ എല്ലാവരും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. ഇയാൾ ആരാണ് ഇത് പറയാൻ? അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അവസാനം. ഏത്? അത് വഖഫ് ഭൂമി അല്ല. അതുകൊണ്ട് ഇപ്പൊ ആ പാവങ്ങൾക്ക്
ടാക്സ് അടയ്ക്കാൻ പറ്റി. ഇത് ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സംഘപരിവാർ. വാർത്തകൾ തുടർന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി അടിമാലിയിൽ മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. ഇടുക്കി അടിമാലി നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിലായത്. LSD സ്റ്റാമ്പും കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ യുവാവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. മണിയാറൻകുടി ഭൂമിയാംകുളം സ്വദേശി നോയലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി പിടിയിലായത്. 27-കാരനായ യുവാവിന്റെ പക്കൽ നിന്നും 5 LSD സ്റ്റാമ്പുകളും 1.5 ഗ്രാം കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തങ്കമണിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന യുവാവ് LSD സ്റ്റാമ്പുമായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് കല്ലാർകുടിയിൽ നിന്നും പിടിയിലായെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇടുക്കി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിലായിട്ടുണ്ട്. LSD സ്റ്റാമ്പും കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ യുവാവിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ യുവാവിനെ പിടികൂടിയത്. മണിയാറൻകുടി ഭൂമിയാംകുളം സ്വദേശി നോയലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നത്. 27-കാരനായ യുവാവിന്റെ പക്കൽ നിന്നും 5 LSD സ്റ്റാമ്പുകളും 1.5 ഗ്രാം കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. തങ്കമണിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന യുവാവ് LSD സ്റ്റാമ്പുമായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് കല്ലാർകുടിയിൽ നിന്നും പിടിയിലായതെന്ന് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ വിവരം നൽകി. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. രാഹുലിന്റെ പാലക്കാട് MLA ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പീഡനവീരന് ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തുമായി എത്തിയ DYFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി. പ്രദേശത്ത് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധവുമായി BJPയും എത്തി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പുതിയ നിബന്ധനയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 3 വർഷം തികയ്ക്കാൻ അനുവദിക്കണം. അടുത്ത മെയ് 20-ന് 3 വർഷം തികയും. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സന്ദേശം അയച്ചിരുന്നു. ദയവായി കാത്തിരിക്കൂ, നിങ്ങളെ വിളിക്കാമെന്നാണ് രാഹുൽ മറുപടി നൽകിയതെന്നാണ് സൂചന. വാക്ക് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും വാഗ്ദാനം പാലിക്കാനാണ് ഏറ്റവും വലിയ ശക്തിയെന്നും DK ശിവകുമാർ പറഞ്ഞു. 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പദം കൈമാറാമെന്ന് നേതാക്കളുടെ ഉറപ്പുണ്ടെന്നാണ് ശിവകുമാർ ക്യാമ്പ് പറയുന്നത്. മുൻ മന്ത്രിയും കൊങ്കുനാട് മേഖലയിലെ ശക്തനായ നേതാവുമായ KA സെങ്കോട്ടയ്യൻ നടൻ വിജയുടെ പാർട്ടിയായ TVKയിൽ ചേർന്നു. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വമെടുത്തത്.
DMK-യിൽ ചേരാനുള്ള ക്ഷണം തള്ളിയാണ് സെങ്കോട്ടയ്യൻ TVK-യിൽ ചേർന്നത്. സെങ്കോട്ടയ്യനൊപ്പം നിരവധി നേതാക്കളും TVK-യിൽ ചേർന്നു. പാർട്ടി ആസ്ഥാനത്ത് വിജയ് സെങ്കോട്ടനെയും നേതാക്കളെയും സ്വീകരിച്ചു. MGR-നും ജയലളിതയ്ക്കുമൊപ്പം AIADMK-യിൽ പ്രവർത്തിച്ച നേതാവാണ് സെങ്കോട്ടയ്യൻ. 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് സെങ്കോട്ടയ്യൻ. AIADMK-യിൽ ഉറച്ചുനിന്ന സെങ്കോട്ടയ്യനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് 2 മാസം മുൻപ് പുറത്താക്കിയത്. ഗോപിച്ചെട്ടിപ്പാളയം MLA ആയ സെങ്കോട്ടയ്യൻ ഇന്നലെ MLA പദം രാജിവെച്ചിരുന്നു. സെങ്കോട്ടയ്യൻ TVK-യുടെ ഓർഗനൈസേഷൻ സെക്രട്ടറിയാകുമെന്നാണ് സൂചന. ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 55ആയി. 200-ലധികം പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 6:30യോടെയാണ് തായ്പോയിലെ വാങ്ഫു കോട്ട് ഹൗസിംഗിൽ സമുച്ചയത്തിലെ 8 ടവറുകളിൽ 7 തീപിടുത്തമുണ്ടായത്. മുള കൊണ്ടുള്ള മേൽത്തിട്ടയിൽ തീപിടിച്ചാണ് അപകടമുണ്ടായത്. 8 ടവറുകളിലായി 2000 പേർ താമസിക്കുന്ന പാർപ്പിട സമുച്ചയമാണിത്. സംഭവത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. നാഷണൽ ഗാർഡ്സ് അംഗങ്ങളായ ഇരുവരുടെയും നില ഗുരുതരമാണ്. ഇരുവരും വിർജീനിയ സ്വദേശികളാണ്. സംഭവത്തിൽ അക്രമി കാബൂൾ സ്വദേശി റഹ്മാനുള്ള ലഖൻവാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹാൻഡ് ഗൺ ഉപയോഗിച്ചാണ് ഇയാൾ വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ടുകൾ. 500 നാഷണൽ ഗാർഡുകളെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് ആക്രമി. പിന്നീട് ഈ ബന്ധം ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. വെടിവെപ്പ് ഭീകരാക്രമണമാണെന്ന് സംശയമുണ്ട്. ആക്രമണം നടന്നപ്പോൾ പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല. ആക്രമണത്തിന് പ്രതി വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വനിതാ ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ടീം തിരുവനന്തപുരത്ത് കളിക്കാനെത്തുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 പോരാട്ടത്തിനായാണ് ഇന്ത്യൻ വനിതാ ടീം തലസ്ഥാനത്തെത്തുന്നത്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഡിസംബർ 26, 28, 30 തീയതികളിലാണ് പോരാട്ടം. ഗൗതം ഗംഭീർ ടീം ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് തുടരും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ തോറ്റതോടെ പരിശീലകനെ മാറ്റിയേക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV വാർത്ത പുറത്തുവിട്ടത്. പരിശീലകൻ ഒരു ടീമിനെ പടുത്തുയർത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകണമെന്ന നിലപാടിലാണ് ക്രിക്കറ്റ് ബോർഡ്. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷം ടീം മാനേജ്മെന്റും സെലക്ടർമാരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് സൂചന. ഗൗതം ഗംഭീറിന് പകരക്കാരനെ ഇപ്പോൾ നോക്കുന്നില്ല. അദ്ദേഹം ഒരു ടീമിനെ പുനർനിർമ്മിക്കുകയാണ്. 2027 ലോകകപ്പ് വരെയാണ് ഗംഭീറിന്റെ കാലാവധിയെന്നും BCCI വൃത്തങ്ങൾ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെ സ്വർണവും പണവും കാണിച്ച് നിയമവിരുദ്ധ ഇടപാടുകൾ നടത്താൻ ശ്രമിച്ചയാളെ അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് സൈബർ ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംശയാസ്പദമായ ഫണ്ടുകളുടെ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പും സൈബർ ക്രൈം വകുപ്പും സംയുക്തമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി വൻതോതിലുള്ള പണവും സ്വർണവും കാണിച്ച് വീഡിയോയും ഫോട്ടോവും പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ ഉപയോക്താവിനെ അറസ്റ്റ് ചെയ്തു. അജ്ഞാതമായ ഇടങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള പണവും നിയമവിരുദ്ധമായും തട്ടിപ്പിലൂടെയും മോഷണങ്ങളിലൂടെയും നേടിയ സ്വർണവും ജനങ്ങൾക്ക് നിരവധി ഓഫറുകളും സൗജന്യങ്ങളിൽ നൽകി അവരിലെത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇദ്ദേഹം. നിരവധി മോഷണ ശ്രമങ്ങളിലും പിടിച്ചുപറി എന്നീ കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയും തുടർച്ചയായ അന്വേഷണങ്ങളുടെ ഫലമായാണ് അറസ്റ്റ് ചെയ്തത്. അയാൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അയാളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്ന ആരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നത് തുടരുമെന്നും സമൂഹത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും അനുവദിക്കില്ലെന്നും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. വ്യാജ വിസ വെബ്സൈറ്റുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി. വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷകർ ജാഗ്രത പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന വിദേശ പൗരന്മാർക്ക് ഇന്ത്യൻ വിസ സേവനങ്ങൾ നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ എംബസി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി.
എംബസിയുടെ കണക്കനുസരിച്ച് നിരവധി മൂന്നാം കക്ഷി പ്ലാറ്റ്ഫോമുകൾ അപേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും ചിലത് സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. www.indianvisaonline.gov.in എല്ലാ യാത്രക്കാരും ഈ വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അനധികൃത പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് വഞ്ചന, സാമ്പത്തിക നഷ്ടം, വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ജാഗ്രത പാലിക്കാൻ അപേക്ഷകരെ ഉപദേശിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി അയ്യൂബ് സുനീഷ്, വെങ്ങര. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴി പൂട്ടിയതിൽ പ്രതിഷേധം. ശിവപുരം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ക്ഷേത്രത്തിന്റെ കവാടം താഴിട്ട് പൂട്ടി ഭക്തരെ തടഞ്ഞ് ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. പ്രതിഷേധ മാർച്ചിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ പങ്കെടുത്തു. നഗരസഭയുടെ നടപടിയിൽ ക്ഷേത്ര ഭരണസമിതിയും ഹൈന്ദവ സംഘടനകളും ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്ഷേത്രത്തിന്റെ ഗേറ്റ് ഉടനടി തുറന്നുകൊടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു. ചങ്ങലയുടെ കൊളുത്ത് വായിൽ കുടുങ്ങിയ വളർത്തുനായയെ രക്ഷിച്ച് ഫയർഫോഴ്സ്. തിരുവനന്തപുരം പേരയം സ്വദേശി മണിയുടെ വളർത്തുനായുടെ വായിലാണ് നായയുടെ കെട്ടുന്ന തുടലിന്റെ കൊളുത്ത് കുടുങ്ങിയത്. തുടർന്ന് വീട്ടുകാർ നായയെ നന്ദിയോട് മൃഗാശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദ്ര ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വിദ്ര ഫയർഫോഴ്സ് എത്തി കൊളുത്ത് മുറിച്ചു മാറ്റി നായയെ രക്ഷിച്ചു. തൃശൂർ മലക്കപ്പാറയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെ 10 ദിവസമായി കാണാനില്ല. മലക്കപ്പാറ പെരുമ്പാറ ഉന്നതിയിലെ നന്ദനെയാണ് കാണാനായത്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന നന്ദനെ കാണാതാവുകയായിരുന്നുവെന്ന് കുടുംബം. മലക്കപ്പാറ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ട്രൈബൽ, വനം വകുപ്പ് എന്നിവയുടെ സംയുക്താന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. തൃശൂർ മാന്നാമംഗലത്ത് കിണറ്റിൽ മ്ലാവ് വീണു. മുട്ടംകുളം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത്. വനംവകുപ്പ് റെസ്ക്യൂവർമാർ എത്തി മ്ലാവിനെ കരയ്ക്ക് കയറ്റി. മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവിന് നേരെ ഭീഷണിയുമായി ഡ്രൈവർ. ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഭാരതി ബസ്സിലാണ് സംഭവം. പരാതിപ്പെട്ടപ്പോൾ എല്ലാവരെയും ബസ് ഇടിപ്പിച്ചു കൊല്ലുമെന്ന് ഡ്രൈവറുടെ ഭീഷണി. ബസ്സിലെ ക്ലീനർ മദ്യലഹരിയിൽ ഡ്രൈവറുടെ ക്യാബിനിൽ കിടന്നുറങ്ങുന്നതും യാത്രക്കാർ പകർത്തിയ മൊബൈൽ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഞായറാഴ്ച മൈസൂരിൽ എത്തിയതിനു മുൻപാണ് ബസിന്റെ ഓട്ടത്തിൽ ചില അപാകതകൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് യാത്രക്കാർക്കെതിരെ കയർത്ത ഡ്രൈവർ ബസ് യാത്രക്കാരെ വാഹനം എവിടെയെങ്കിലും ഇടിപ്പിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാൻ ക്യാബിനിലെയും ബസിനുള്ളിലെയും ലൈറ്റുകൾ ഡ്രൈവർ പൂർണ്ണമായും അണയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മൈസൂരു ടോൾ പ്ലാസയ്ക്ക് സമീപം വണ്ടി നിർത്തിയപ്പോൾ യാത്രക്കാർ വാഹനം ഓടിക്കേണ്ടെന്ന് പറയുകയായിരുന്നു. ഇതിനിടെ ക്യാബിനിൽ ഉണ്ടായിരുന്ന മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ബസ്സിൽ നിന്നിറങ്ങി ഓടിയതായും യാത്രക്കാർ പറയുന്നു. വൈകിയാണ് പിന്നീട് ബസിന്റെ സർവീസ് പുനരാരംഭിച്ചത്. തൃശൂരിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. പട്ടാമ്പി സ്വദേശി സുബൈറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 23-ാം തീയതി കച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തി സ്വദേശികളായ മുകുന്ദൻ, സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബൈർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താൻ തയ്യാറാകാതെ സുബൈർ കടന്നു കളയുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.